ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഫ്താർ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാനിവിടെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള 2-3 ഇഫ്താർ റെസിപ്പീസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക. അതുകൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ തരിക്കഞ്ഞിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിന് പകരമായിട്ട് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ നെയ്യ് നല്ലവണ്ണം മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2-3 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചെറിയുള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് മുരിയിച്ചെടുക്കാം. ഇപ്പൊ ചെറിയുള്ളിയുടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ ഒക്കെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാഷ്യൂ ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ കാഷ്യൂയുടെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കിസ്മിസും ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതാ കിസ്മിസും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പാല് നല്ലവണ്ണം തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതാ പാലിവിടെ തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുക്കാത്തതായാലും വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുക. മറ്റേ കൈ കൊണ്ട് ഇതുപോലെ റവ പതുക്കെ പതുക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് ഈ ഒരു തരി കാച്ചിയത് കിട്ടും. അപ്പൊ ഇതാ റവ മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1/4 കപ്പ് റവ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടി കട്ടിയിലാണ് ഈ ഒരു തരിക്കഞ്ഞി വേണ്ടതെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി അധികം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ റവ ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനിയിപ്പോൾ റവ നല്ലവണ്ണം കുക്കായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മധുരമാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിലും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഫ്ലേവറിന് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം കുറച്ച് സമയം ഒന്ന് അടുപ്പിൽ വെച്ച് ഇത് നല്ലവണ്ണം ഒന്ന് കുക്കാക്കി എടുക്കാം. റവ ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പൊ ഇതാ ഇത് നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഞാനിപ്പോൾ ഇത് കണ്ട നല്ല ലൂസിലാണ് ഇതിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിന്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി തിക്നെസ്സിലാണ് വേണ്ടതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 ടേബിൾ സ്പൂണോളം റവ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു പാസ്തയാണ് റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ക്രീമി ആയിട്ടുള്ളൊരു പാസ്തയാണ്. അപ്പോൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്ത് ബട്ടർ നല്ലവണ്ണം മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്ലൈസ് ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സോസുകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സോസിലൊക്കെ ഉപ്പുണ്ട് എങ്കിലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരല്പം ഒറിഗാനോവും ഒരല്പം ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ചില്ലി ഫ്ലേക്സും മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഏകദേശം 1 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം.
ഈ ഒരു ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പാസ്ത കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കൂടാതെ നമ്മുടെ പാസ്ത നല്ല ക്രീമി ആയിട്ടുള്ളൊരു പാസ്ത ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതാ ഫ്രഷ് ക്രീം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലവണ്ണം യോജിച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയാണ് കേട്ടോ ഇത്. ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത ശേഷം ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പാസ്ത കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തത് ഉള്ളത് കൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാസ്ത ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി നല്ലോണം കമ്പൈൻ ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ മൊസറല്ല ചീസും ചിക്കന്റെയും ക്യാപ്സിക്കത്തിന്റെയും ഒന്നും ഒരാവശ്യമില്ല. ഞാനിപ്പോൾ ഇതെല്ലാം ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ്. അല്ലാതെയും ഈ ഒരു പാസ്ത കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ചീസൊക്കെ മെൽറ്റായി വന്ന് നമ്മുടെ പാസ്ത ഇവിടെ നല്ലവണ്ണം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാസ്ത നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ അതിന്റെ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സ്നാക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുറച്ച് ചിക്കൻ പീസുകൾ, എല്ലില്ലാത്ത ചിക്കൻ പീസുകളാണ് അതെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും, 1 ടീസ്പൂണ് മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതും, 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലവണ്ണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ തിക്ക ബോക്സ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള എല്ലില്ലാത്ത ചിക്കൻ പീസുകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ചിക്കൻ പീസുകൾ മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇതാ ചിക്കന്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്ന ശേഷം ഞാൻ ഇതിവിടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ചിക്കന്റെ എല്ലാ ഭാഗവും നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഈ പാത്രത്തിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത ചെറിയ ചെറിയ ചിക്കൻ പീസുകൾ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും കേട്ടോ. അപ്പൊ ഇതാ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഈ ചിക്കൻ ഇതിൽ നിന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ക്യാപ്സിക്കം ആയതുകൊണ്ടാണ് ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത്. വലിയ ക്യാപ്സിക്കം ഒക്കെ ആണെങ്കിൽ ഒരു പകുതി ക്യാപ്സിക്കം മതിയാകുവേ. അപ്പൊ ഇതാ ഈ ഒരു ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും ക്യാപ്സിക്കം നന്നായിട്ട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. അപ്പൊ ഇതാ ഇതിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് സോയാ സോസും 1 ടീസ്പൂണ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം.
ഇനി ഞാനിതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഈ ഒരു ചീസ് മെൽറ്റ് ആവാൻ വേണ്ടി ഈ ഒരു പാത്രം കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രം ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ ചീസൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയ ശേഷം കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ മസാലയുടെ ചൂട് നന്നായിട്ട് ആറിയ ശേഷം നമുക്കിത് സ്നാക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ 2 സമൂസ ഷീറ്റ് ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ സെൻട്രലായിട്ട് ഈ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പിംഗ് ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാ അറ്റത്തും ഇതുപോലെ മൈദയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ മൈദ ബ്രഷ് ചെയ്ത ശേഷം ഒന്ന് മടക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിന്റെ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും വേണ്ടി പറ്റും. അല്ലാത്ത സമയത്തും നമുക്ക് സമൂസ ഷീറ്റൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനും വേണ്ടി പറ്റും. അപ്പൊ ഇത് കണ്ടോ, ഇതുപോലെ 2 സമൂസ ഷീറ്റ് ഇതുപോലെ ക്രോസ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഈ ഒരു ചിക്കൻ തിക്ക ബോക്സുകളെല്ലാം ഞാനിവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ തിക്ക ബോക്സുകളൊക്കെ വെച്ചു കൊടുക്കാം. ഇതിന്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്ന ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഇതിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടും ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടും ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള ചിക്കൻ തിക്ക ബോക്സുകളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സമൂസ ഷീറ്റൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഫ്താറിന്റെ വിഭവങ്ങളെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി സെർവ് ചെയ്തെടുക്കാം. ഞാനിവിടെ തന്നെ നമ്മുടെ പാസ്തയാണ് സെർവ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പാസ്ത ചൂടോടെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു ഇഫ്താറിന് മാത്രമല്ല, നമുക്ക് കുട്ടികളുടെ ടിഫിൻ ബോക്സിലേക്കും അല്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പാസ്ത റെഡിയാക്കി എടുക്കാനും വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു പാസ്ത നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ള സ്നാക്കും തരിക്കഞ്ഞിയും ഒക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അതുകൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇത് കണ്ടോ, നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ കുറച്ചൊന്ന് ചൂടാറി വരുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മറ്റൊരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.